രാഹുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, തുടരുന്നുണ്ട്. രാഹുൽ, മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ഒക്കെ ഇത് പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ നേരത്തെ വിശ്വാസികൾ പറഞ്ഞതുപോലെ തന്നെ സമാധാനപരമായി ഈ ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയെ എത്തി അവിടെ എത്തിയ ശേഷം കുരിശ് വരച്ച് തിരികെ മടങ്ങുക എന്നതായിരുന്നു നേരത്തെ പറഞ്ഞത്? അത് തന്നെയാണോ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? മറ്റെന്തെങ്കിലും പ്രശ്ന സാധ്യത നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ മറ്റു പ്രശ്ന സാധ്യതകളൊന്നുമില്ല. സമാധാനപരമായിട്ട് തന്നെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ കുരിശ് വെച്ച് ഉള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട്. അവർ സമാധാനപരമായി തന്നെ പിരിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിനോ അല്ലെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കുരിശ് സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനോ അങ്ങനെയൊന്നും നിലവിലില്ല എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നുള്ളത്. നിലവിൽ ഈ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് തേടുകയും ചെയ്യാം. വേറെ ഒന്നുമില്ല. കുരിശിന്റെ വഴിയും പരിഹാര പ്രദർശനം മാത്രമേ ഉള്ളൂ കേട്ടോ. മനഃപൂർവ്വം ഇന്ന് ഞങ്ങൾക്ക് കുരിശിന്റെ വഴിയും പരിഹാര പ്രദർശനം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു അവര്. പക്ഷേ നമ്മൾ മാറി പ്ലീസ്, നിങ്ങൾ ഇന്ന് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. പറയുന്ന സമയത്ത് ഇന്ന് പ്രാർത്ഥന മാത്രം. അങ്ങനെയാണ്, കൂടുതലൊന്നും പറയാനില്ല. മനഃപൂർവ്വമായിട്ട് അവർ വനംവകുപ്പ് തടയുകയായിരുന്നു. നിലവിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് എന്നുള്ളതാണ് നമ്മളോട് പള്ളി വികാരി പറയുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പള്ളി വികാരി പറഞ്ഞത് കുരിശിന്റെ വഴിയും അതോടൊപ്പം തന്നെ പരിഹാര പ്രദക്ഷിണവും മാത്രമാണുള്ളത്. ഇന്ന് അത്തരം കർമ്മങ്ങൾ നടത്തുന്ന, മതപരമായ കർമ്മങ്ങൾ നടത്തുന്ന സമയം മാത്രമാണ്. മറ്റൊന്നും ഈ ഘട്ടത്തിൽ പറയാനില്ല. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. പള്ളി വികാരി നേരത്തെ സംസാരിച്ചപ്പോൾ ആ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. വിശ്വാസികൾ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ളത് കുരിശ് നാട്ടുകയോ മറ്റേതെങ്കിലും തരത്തിൽ അവിടെ അസ്വസ്ഥത ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല. സമാധാനപരമായി ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയെ എത്തി തിരികെ പോവുക എന്നത് മാത്രമാണ് ഉദ്ദേശമെന്നത് നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റിസർവ് വനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ആളുകളുടെ അവിടേക്കുള്ള വരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമാനുസൃതം മാത്രമേ സാധ്യമാകൂ എന്ന നിലപാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. രാഹുൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാഹുൽ, പറയൂ. നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണം മുന്നോട്ട് തേടേണ്ടതുണ്ട്. അവർ ഈ കയ്യാലെ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, അവർ ആദ്യം മുതൽ തന്നെ പറയുന്നത് ഇത് കൈവശ ഭൂമിയാണ്, വനഭൂമിയല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണ്. അവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു കൈവശ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത്, പള്ളിക്ക് വേണ്ടി വിശ്വാസികൾ നൽകിയ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചാൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ഇവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അങ്ങനെയാണ്. അതെ, ഇത് ഈ കയ്യാല നിങ്ങൾ നോക്കുക, ഈ നിൽക്കുന്ന തെങ്ങും മരങ്ങൾ നോക്കുക. ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഈ 10-65 വർഷമായിട്ട് കൈവശത്തിൽ ഈ ഏരിയയിൽ മുഴുവൻ കൈവശമേ ഉള്ളൂ, പട്ടയമില്ല. ഈ മരങ്ങൾ വെട്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വനപാലകർ അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് മരം മുറിക്കാൻ നിൽക്കുന്നത്. അല്ലാതെ ഈ തെങ്ങും ഈ മരങ്ങളും എല്ലാം ഇവിടെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഒരു വ്യക്തിയുടെ ഭൂമിയാണ്. ആ ഭൂമി പള്ളിക്ക് നിയമപരമായിട്ട് എഴുതി കൊടുത്താണ്. പട്ടയമില്ലാതെ പോയത് ഞങ്ങളുടെ ആരുടെ തെറ്റല്ല. പട്ടയം തരാതെ സർക്കാരിന്റെ കുഴപ്പമാണ്. കാലാകാലങ്ങളായിട്ടുള്ള സർക്കാരിന്റെ കുഴപ്പമാണ്, അല്ലാതെ ഞങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഈ കുരിശിന്റെ വഴി വന്നപ്പോൾ മനഃപൂർവ്വം വനംവകുപ്പ് തടയുകയാണ്. അതെ, അവർ പറയുന്നത് വനഭൂമി, നിങ്ങൾ ചില മാധ്യമങ്ങളും പറയുന്നു വനഭൂമിയെന്ന്. ഇത് വനഭൂമി അല്ല. വനഭൂമി 700 മീറ്റർ അപ്പുറത്ത് ജനറേറ്റ് തിരിച്ച് ഓൾറെഡി പോയിട്ടുള്ള സ്ഥലമാണ്. ഇത് കൈവശ കൃഷിഭൂമിയാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഇല്ലേ? ആ അവകാശമാണ് ഞങ്ങൾ പള്ളിക്ക് എഴുതി കൊടുത്തത്. ആ ഭൂമിയിൽ കുരിശ് വെച്ചതാണ് വനംഭൂമിയാണെന്ന് പറഞ്ഞ് ഇവർ പറയുന്നത്. ഇപ്പൊ തടഞ്ഞു, ഈ പ്രാർത്ഥന വന്നത് തടഞ്ഞു. ഇതൊട്ടും നല്ല ഒരു കീഴ്വഴക്കമല്ല. അത് ഈ വനഭൂമിയാണെന്ന് പറഞ്ഞാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥാപിച്ച കുരിശ് അവർ പൊളിച്ചു മാറ്റിയത്. അത് ശരിയായ നടപടിയാണ്? നല്ല നടപടിയല്ല. ഇതിനകത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വനഭൂമി ആക്കിയെടുക്കാനുള്ള ഇക്കോ ടൂറിസം പദ്ധതി തൊമ്മങ്കുത്തിലുണ്ട്. അവിടുത്തെ അവരുടെ വരുമാനം അങ്ങ് നിന്നുപോയി. അവർക്ക് തീറ്റ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു, അതങ്ങ് നിന്നു. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആനയാടിക്കുത്ത്, കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസിൽ വന്നേക്കണേ ആനയാടിക്കുത്തുന്ന ഭാഗം ഇവിടുന്ന് 500 മീറ്റർ അകലെയാണ്. അവിടെ ഇരിക്കുന്ന സ്ഥാപനം ഇവർക്ക് കൈപിടിയിലാക്കണം. ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അവർക്ക് നിലച്ചുപോയി. അതും കൊണ്ട് ഇതിന്റെ അകത്തൊരു ഭാഗമായിട്ട് ഇവിടെയുള്ള ഒരു 10-45 വീട്ടുകാർ ഈ ഇത്രയും പ്രദേശത്ത് വസിക്കുന്നുണ്ട്. പട്ടയത്തിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പട്ടയം കിട്ടിയില്ല, ശരി. കൈവശം എന്ന് പറയുന്നത് ഇടുക്കിയിൽ കൂടുതൽ ഭാഗത്തും കൈവശമാണ് കൂടുതൽ. എല്ലായിടത്തും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എല്ലാ പട്ടയം ആദ്യമേ കൊടുത്തുപോയോണ്ടാണ് ഇവിടെയെല്ലാം റവന്യൂ എന്ന് പറഞ്ഞ് ഇവര് പോരുന്നത്. എന്നാൽ ഇവർക്ക് റവന്യൂനല്ലേ അധികാരമേ? ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ വനഭൂമിയാന്ന് പറഞ്ഞുകൊണ്ട് അതിക്രമിച്ച് കയറുക. ഇവിടെ വന്ന് കാണിച്ച ആദ്യത്തെ അതിക്രമം വളരെ വലുതായിരുന്നു. അവർ ചെയ്തെന്ന് പറഞ്ഞാൽ പലരെയും പിടിച്ച് തള്ളി, കഴുത്തിന് പിടിച്ച് തത്തിക്കുകയൊക്കെ ചെയ്തിട്ട് 10-15 പേരുടെ കേസൊക്കെ എടുത്തു. കേസൊക്കെ അതിന്റെ വഴിക്ക്, നിയമത്തിന്റെ വഴിക്ക്. അതൊക്കെ ശരി. ഞങ്ങള് ഇത് വലിയാഴ്ച ആയതുകൊണ്ട് പ്രകോപനങ്ങളിലേക്കില്ലായിരുന്നു.